ജമ്മു കശ്മീരിലെ മിന്നൽ പ്രളയത്തിൽ 4 മരണം. അമർനാഥ് ക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥയാത്ര നിർത്തിവെച്ചു. ഡൽഹി യാത്ര വെട്ടിച്ചുരുക്കി മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ഉച്ചയോടെ ജമ്മുവിലെത്തും. അനേന സതീഷാണ് വിവരങ്ങളുമായി ചേരുന്നത്. അനേന, എന്തായാലും ഗൗരവകരമായിട്ടുള്ള സാഹചര്യമാണ്. 4 പേരുടെ ജീവനും നഷ്ടമായി എന്നുള്ളതാണ്. നിലവിൽ അവിടുത്തെ കാലാവസ്ഥ ഏത് രീതിയിലാണ്? എന്താണ് അധികൃതർ സ്വീകരിച്ചിരിക്കുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ? സ്വാതി, തീർച്ചയായും ജമ്മു കശ്മീരിലെ രജൌരിയിലും പൂഞ്ചിലും വലിയ കനത്ത മഴ തന്നെയാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ 2 ജില്ലകളിലായി ഉണ്ടായ മിന്നൽ പ്രളയത്തിൽ 4 മരണങ്ങളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നിരവധി പേരെ കാണാതായിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരം. അവർക്കായുള്ള തെരച്ചിലുകളും രക്ഷാപ്രവർത്തനങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 ജില്ലകളിലും വിവിധയിടങ്ങളിലായി കനത്ത നാശനഷ്ടം തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ രജൌരിയിലെ തന്നെ ഒരു ബസ് സ്റ്റാൻഡ്, പ്രധാനപ്പെട്ട ബസ് സ്റ്റാൻഡ് പൂർണ്ണമായും ഒലിച്ചുപോയ നിലയിലാണ്. അവിടെ ആ ബസ് സ്റ്റാൻഡ് നിന്നിരുന്ന പ്രദേശത്തൊന്നും അവശേഷിക്കുന്നില്ല എന്നാണ് ഈ പ്രദേശവാസികൾ തന്നെ പറയുന്നത്. അതുപോലെ തന്നെ 250-ലധികം വാഹനങ്ങൾ ഈ ശക്തമായി ഒലിച്ചു വന്ന വെള്ളത്തിൽ ഒഴുകിപ്പോയി എന്നും കൂടി പ്രദേശവാസികളൊക്കെ പറയുന്നുണ്ട്. നിലവിൽ എന്തായാലും അവിടെ കനത്ത ജാഗ്രതാ നിർദ്ദേശം കൂടി ജില്ലാ ഭരണകൂടങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ മേഘവിസ്ഫോടനത്തിലുള്ള സാധ്യതയൊക്കെ കണക്കിലെടുത്തുകൊണ്ട് അനാവശ്യ യാത്രകൾ ഒഴിവാക്കാനും അതുപോലെ തന്നെ ഈ നദീതീരങ്ങളിൽ താമസിക്കുന്നവർക്ക് മുന്നറിയിപ്പുകളും ഒക്കെ നൽകിയിട്ടുണ്ട്. ജൂലൈ 25 വരെ ഈ ജില്ലകളിൽ കനത്ത മഴ തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. സ്വാതി.